ഫസ്റ്റ് ജൈനം ആപ്പ് ഓപ്പൺ ചെയ്ത് അതിൽ നിങ്ങളുടെ ക്ലയന്റ് കോഡ് എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. അത് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ ഫോർഗോട്ട് പാസ്വേഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പാൻ നമ്പർ എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്യുക. ഇനി രജിസ്റ്റേർഡ് നമ്പറിലോട്ട് വന്ന OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്കൊരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ന്യൂ പാസ്വേഡ് കൊടുത്ത് വെരിഫൈ ചെയ്യുക. അതിവിടെ ആഡ് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് കൂടെ ആഡ് ചെയ്ത് ലോഗിൻ ചെയ്യുക. ഇനി നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് താഴെയുള്ള ഫണ്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിൽ എത്ര എമൗണ്ട് ആണോ വേണ്ടത് അത് കൊടുത്തതിന് ശേഷം നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ UPI വഴി ഈസി ആയിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി നമുക്ക് സ്റ്റോക്സ് പർച്ചേസ് ചെയ്യാനായി താഴെയുള്ള വാച്ച് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ശേഷം സെർച്ച് ബട്ടണിൽ നമുക്ക് ഏത് സ്റ്റോക്കാണോ വേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുത്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ സ്റ്റോക്ക് നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വാച്ച് ലിസ്റ്റിനകത്ത് ആഡ് ചെയ്തോളൂ. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്ത് ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടത് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർജിൻ റിക്വയർഡ്, എത്ര എമൗണ്ട് ആണോ ഈ ഒരു ട്രേഡ് എടുക്കാൻ നിങ്ങൾക്ക് ആവശ്യമെന്ന് കാണാൻ പറ്റും. ഇനി ഇൻട്രാഡേ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് എത്ര എമൗണ്ട് ആണ് വേണ്ടത് താഴെ കാണാനായിട്ട് പറ്റും. ഇനി അതല്ല പേ ലേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ പോലും എത്ര മാർജിൻ വേണമെന്നുള്ളത് താഴെ നിന്ന് കാണാനായിട്ട് പറ്റും. ഇതിൽ ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണ്ടത് അത് ചൂസ് ചെയ്ത് താഴെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർഡർ എക്സിക്യൂട്ട് ആവും. ഇനി താഴെയുള്ള ഓർഡേഴ്സ് പോയി കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ആയ ട്രേഡ്സ് കാണാൻ പറ്റും. അതുപോലെ പോർട്ട്ഫോളിയോ എടുത്താൽ അതിനകത്ത് ഹോൾഡിംഗ്സിൽ ഇതിനു മുൻപ് ഏതൊക്കെ സ്റ്റോക്സ് വാങ്ങിയിട്ടുണ്ടോ അതിന്റെ ഡീറ്റെയിൽസ് കാണാം. പൊസിഷൻ എടുത്താൽ ഇപ്പോൾ എടുത്ത ട്രേഡ്സിന്റെ റണ്ണിംഗ് P&L കാണാം.